الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون. يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم. وأخرى تحبونها نصر من الله وفتح قريب وبشر المؤمنين. സത്യവിശ്വാസികളെ വിശ്വാസികൾ, പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചു മാനിച്ച് ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളെയും വസിയത്ത് ചെയ്യും. സത്യവിശ്വാസികളുടെ മേൽ നിർബന്ധമായ ഒരുപാട് ബാധ്യതകൾ പടച്ചതമ്പുരാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ അതിപ്രധാനമായ ഒരു ബാധ്യതയാണ് ജിഹാദ് എന്നുള്ളത്. ജിഹാദ് എന്ന പദത്തിന്റെ ഭാഷാപരമായ അർത്ഥം കഠിനാധ്വാനം ചെയ്യുക, കഴിവുകൾ വിനിയോഗിക്കുക, പ്രയാസകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക തുടങ്ങിയ അർത്ഥങ്ങളാണ് ജിഹാദ് എന്ന പദത്തിനുള്ളത്. പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണിത്. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗം ലഭിക്കണമെങ്കിലും നരകത്തിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിലും നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരണമെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ജിഹാദ്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു പറഞ്ഞത് അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കളയാം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്, വ്യാമോഹിക്കുകയാണ്.
വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും, നിങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവർ ആരൊക്കെയാണ്? വയഅലമസ് സാബിരീൻ, ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുന്ന സമയത്ത് ക്ഷമ അവലംബിക്കാൻ തയ്യാറാകുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്നാണ് നമ്മൾ ഓരോരുത്തരോടുമായി അല്ലാഹു ചോദിക്കുന്നത്. സൂറത്തുൽ ബഖറയിലും അല്ലാഹു ഈ കാര്യം പറഞ്ഞു. അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സത്തുഹുൽ ബഅസാഉ വൽ ളറാഉ ഹത്താ സുൽസിലു വയഖൂലു റസൂല വല്ലദീന ആമനൂ മത്താ നസറുല്ലാഹ് അലാ ഇന്ന നസറുല്ലാഹി ഖരീബ്. ആ ആയത്തിലും അല്ലാഹു ഇതേ ആശയമാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. പൂർവികരായ ആളുകൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും പരീക്ഷണങ്ങളും വിഷമങ്ങളും ഒന്നും അനുഭവിക്കാതെ സുഖത്തോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നാണ് സൂറത്തുൽ ബഖറയിലും അല്ലാഹു നമ്മോട് ചോദിക്കുന്നത്. സത്യവിശ്വാസം സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രം നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. സത്യവിശ്വാസം ഉൾക്കൊള്ളുന്നതോടുകൂടി തന്നെ ഈ പറയപ്പെട്ട രൂപത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും സ്വർഗം ലഭിക്കുകയുള്ളൂ എന്നാണ് പടച്ചതമ്പുരാൻ ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്ത് സഫിലെ 11, 12, 13 ആയത്തുകളിൽ അല്ലാഹു ഒരു കച്ചവടത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ, നിങ്ങൾക്കൊരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? തുൻജീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടം. ഏതാണ് ആ കച്ചവടം? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കണം. വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യണം. ബി അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്നവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. അങ്ങനെ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ജിഹാദ് ചെയ്യുകയും ചെയ്യാൻ നാം സന്നദ്ധരാകുന്നുവെങ്കിൽ അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു. യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയിരിക്കുന്ന പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. വയുദ്ഖിൽകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കപ്പെടുകയും ചെയ്യും. വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദൻ, ശാശ്വതമായ ഭവനം അതും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. ദാലിക്കൽ ഫൗസുൽ അലീം, അതാണ് മഹത്തായ വിജയം. അതോടൊപ്പം നസ്റും മിനല്ലാഹി വ ഫത്ഹുൻ കരീം, അല്ലാഹുവിന്റെ സഹായവും അല്ലാഹുവിന്റെ വിജയവും ലഭിക്കും. തുടർന്ന് ആയത്ത് അവസാനിപ്പിക്കുന്നത് വബശ്ശിരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ കച്ചവടത്തിലെ മൂലധനം എന്ന് പറയുന്നത്
അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസമാണ്. ഈ കച്ചവടത്തിലെ ചരക്ക് എന്ന് പറയുന്നത് ധനം കൊണ്ടും ദേഹം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുക, അടരാടുക, സേവനം ചെയ്യുക എന്നുള്ളതാണ്. ആ കച്ചവടത്തിലൂടെ ലഭിക്കുന്ന നേട്ടം എന്ന് പറയുന്നത് വേദനയേറിയ നരകശിക്ഷയിൽ നിന്നുള്ള വിമോചനമാണ്, രക്ഷപ്പെടലാണ് എന്നാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം. ഈ ആയത്തുകളിൽ നിന്നൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ജിഹാദ് ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിലും ജിഹാദ് ഉണ്ടാകാം. അപ്പോൾ സ്വാഭാവികമായും നമ്മളെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ? പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഇസ്ലാമിലെ ഒരു പദപ്രയോഗമാണ് ജിഹാദ് എന്നുള്ളത്. തെറ്റിദ്ധരിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു പദം. ഇസ്ലാം സ്വീകരിക്കാത്തവരെ ഏകപക്ഷീയമായി കൊലപ്പെടുത്തുക എന്നുള്ളതാണ് ജിഹാദ്. സായുധ സമരങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ജിഹാദ് എന്ന അർത്ഥത്തിലാണ് ജിഹാദ് എന്ന പദം ആളുകൾ മനസ്സിലാക്കുകയും അതിനെ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും ഇത്തരം വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളായ ആളുകൾ തീവ്രവാദികളാണ്, അവരാളുകളെ കൊല്ലുന്നവരാണ്, അവരുടെ മതത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി ആളുകളെ നിഷ്കരണം, നിരപരാധികളായ ആളുകളെ പോലും കൊലപ്പെടുത്താൻ സന്നദ്ധരാകുന്ന ആളുകളാണ് മുസ്ലിങ്ങളായ ആളുകളെന്ന ഒരു തെറ്റായ ധാരണ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകാൻ യഥാർത്ഥത്തിൽ ഈ പദത്തെക്കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിത്തീർന്നിരിക്കുകയാണ്. ജിഹാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഒരാൾ ഒരു കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ പ്രബോധനം എന്നുള്ളത്, ഇസ്ലാമിന്റെ പ്രചരണം എന്നുള്ളത് അള്ളാഹു നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണത്. ഫൽ യുബല്ലിഗുൽ ഷാഹിദുൽ ഗായിബ്. എന്റെ സദസ്സിൽ സന്നിഹിതരായ ആളുകൾ, പ്രവാചകൻ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞു, ഇന്ന് ഹാജറുള്ള ആളുകൾ ഹാജറില്ലാത്ത ആളുകൾക്ക് ഈ ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കണം. ആ ഇസ്ലാമിന്റെ പ്രബോധനം, അതിന്റെ പ്രചാരണം, അതിന്റെ ദൗത്യം, അതിന്റെ ദഅവത്ത്, ആ ദഅവത്ത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. ആ ദഅവത്തിന്റെ മേഖലകളിൽ നാം ഏതൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണോ അനുഭവിക്കേണ്ടി വരുന്നത്, അതിനൊക്കെയുള്ള വിശാലമായ ഒരു പദപ്രയോഗമാണ് ജിഹാദ് എന്ന് പറയുന്നത്. ജിഹാദ് എന്ന ആ പദത്തിൽ ഇസ്ലാമിന്റെ പ്രബോധന രംഗത്ത് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ആരെങ്കിലും സൃഷ്ടിക്കുന്നുവെങ്കിൽ ഗത്യന്തരമില്ലാത്ത സാഹചര്യത്തിൽ ഇനി ഒരു കാര്യവും നിർവഹിക്കാൻ സാധിക്കുകയില്ല എന്ന ഒരു സാഹചര്യം സംജാതമായാൽ ആ സമയത്ത് നടത്താൻ വേണ്ടി അല്ലാഹു നിർദ്ദേശിച്ചു തന്നിരിക്കുന്ന സായുധ സമരം എന്നുള്ളതും ജിഹാദിന്റെ ഗണത്തിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. എന്നാൽ ജിഹാദിന്റെ ഒരു പര്യായ പദമായിട്ടല്ല ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രധാനമായും യുദ്ധം എന്ന് പറയാൻ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് പദം, ഒന്ന് ഖിതാലാണ്, രണ്ട് ഹർബാണ്. ഈ രണ്ട് പദങ്ങളാണ് യുദ്ധങ്ങളെ കുറിച്ച്, സായുധ സമരങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന പദം. ഇപ്പൊ യുദ്ധത്തിന്റെ പര്യായ പദമല്ല ജിഹാദ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ സായുധ സമരവും ജിഹാദിന്റെ ഇനത്തിൽ ഉൾപ്പെട്ടു എന്ന് വരാം.
അത് നിർബന്ധിതമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് അതുണ്ടായിത്തീരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടം ക്ലേശം നിറഞ്ഞതാണ്, പ്രയാസങ്ങൾ നിറഞ്ഞതാണ്, ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ്. ഒരുപാട് അക്രമങ്ങളും മർദ്ദനങ്ങളും ഒക്കെ പ്രവാചകനും സഹാബികളുമൊക്കെ അനുഭവിക്കേണ്ടി വന്ന കാലഘട്ടമാണ് പ്രവാചകന്റെ മക്ക ജീവിത കാലഘട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിച്ചിട്ട് പ്രവാചകൻ 13 വർഷക്കാലം മക്കയിലാണ് ജീവിച്ചത്. ആ രംഗത്ത് പ്രവാചകൻ പ്രബോധനം നടത്തി. ആ പ്രബോധനം നടത്തിയപ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ അവർക്ക് പ്രവാചകൻ നടത്തുന്ന ഈ പ്രബോധനത്തെ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാൻ അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഈ സന്ദേശത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിത്തീരുകയും ചെയ്തു. പക്ഷേ ഈ സന്ദർഭങ്ങളിലൊന്നും പ്രവാചകന്റെ മക്ക ജീവിത കാലഘട്ടങ്ങളിൽ ഒരിക്കൽ പോലും സായുധ സമരത്തിന് അനുവാദം കൊടുത്തുകൊണ്ടുള്ള ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയില്ല. ആ സമയങ്ങളിലൊക്കെ പ്രവാചകനോട് പറഞ്ഞത് ക്ഷമിക്കാനും സഹിക്കാനും സഹനം അവലംബിക്കാനും വേണ്ടി മാത്രമാണ്. പ്രവാചകൻ മദീനയിലേക്ക് ഹിജറ പോയി. ഹിജറ 2ാം വർഷത്തിലാണ് യുദ്ധം ചെയ്യാനുള്ള അനുവാദം മുസ്ലിങ്ങൾക്ക് നൽകുന്നത്. പ്രവാചകന്റെ 13 വർഷക്കാലത്തെ മക്ക ജീവിത കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിരിക്കുന്ന ആയത്തുകളിലും സൂറത്തുകളിലുമൊക്കെ ജിഹാദിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ മക്കിയായ സൂറകളിൽ ജിഹാദിനെ കുറിച്ചുള്ള പരാമർശമുണ്ടെങ്കിൽ അതൊരിക്കലും യുദ്ധത്തെ കുറിച്ചിട്ടുള്ള പരാമർശമല്ല. കാരണം മക്കിയായ കാലഘട്ടങ്ങളിൽ യുദ്ധത്തെക്കുറിച്ച് അനുവാദം നൽകിക്കൊണ്ടുള്ള ആയത്തുകൾ ഖുർആനിൽ ഇറങ്ങിയിട്ടില്ല. മദീന കാലഘട്ടങ്ങളിലാണ് ഇറങ്ങിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാൻ മക്കിയായ സൂറകളിൽപ്പെട്ടിരിക്കുന്ന ഒരു സൂറത്താണ്. ആ സൂറത്തിൽ അല്ലാഹു പറഞ്ഞു, ഫലാ തുത്തിഇൽ കാഫിരീൻ, പ്രവാചകരെ താങ്കൾ ഒരിക്കലും സത്യനിഷേധികളെ അംഗീകരിച്ചു പോകരുത്, അവര് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടു പോകരുത്. വജാഹിദുഹും ബിഹി, താങ്കൾ അവരുമായി ജിഹാദ് ചെയ്യണം. അതുകൊണ്ട് ജാഹിദുഹും ബിഹി, അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ കൊണ്ട്, വിശുദ്ധ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യണം. ജിഹാദൻ കബീറ, ആ വലിയ ഒരു ജിഹാദ്. അപ്പൊ ആ ഒരു ജിഹാദ് ഏതാണ്? ആ ഒരു ജിഹാദ് ഒരിക്കലും യുദ്ധമല്ല. കാരണം സൂറത്തുൽ ഫുർഖാൻ എന്നത് മക്കിയായ സൂറകളിൽപ്പെട്ടിരിക്കുന്ന ഒരു സൂറത്താണ്. സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു പറഞ്ഞു, മക്കിയായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന മറ്റൊരു സൂറത്താണ്. വല്ലദീന ജാഹദൂ ഫീനാ, നമ്മുടെ മാർഗത്തിൽ ആരെങ്കിലും ജിഹാദ് ചെയ്യുന്നുവെങ്കിൽ ലനഹദിയന്നഹും സുബുലനാ, നമ്മുടെ മാർഗത്തിലേക്ക് അത്തരം ആളുകളെ നമ്മൾ വഴി നടത്തുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻകബൂത്തിൽ പറയുന്ന ഈ സൂറത്തും ഈ ആയത്തുമൊക്കെ മക്കിയായ സൂറകളിൽപ്പെട്ടിരിക്കുന്ന സൂറകളും ആയത്തുകളുമാണ്. അപ്പൊ മക്കിയായ സൂറകളിൽ ജിഹാദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജിഹാദ് ഏതാണ്? മദീന കാലഘട്ടങ്ങളിൽ ജിഹാദിനെ കുറിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ പറഞ്ഞിരിക്കുന്ന ആയത്തുകൾ എടുത്തു നോക്കിയാൽ അത് സായുധ സമരത്തെ കുറിച്ചാകാം. മക്കിയ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിരിക്കുന്ന ആ ജിഹാദ് എന്താണ്? പ്രവാചകനും സഹാബികളും മക്കിയായ ജീവിത കാലഘട്ടങ്ങളിൽ അവർ നടത്തിയിരിക്കുന്ന ജിഹാദ് ഏതായിരുന്നു എന്ന് നമ്മൾ പഠനവിധേയമാക്കേണ്ട ഒരു വിഷയമാണത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരുന്നു പ്രവാചകൻ നടത്തിയ ജിഹാദ് എന്ന് പറയുന്നത്. പ്രവാചകന്റെ മക്കിയ കാലഘട്ടങ്ങളിൽ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ, അറേബ്യൻ ജനത അന്ധകാരങ്ങളിലായിരുന്നു, അന്ധവിശ്വാസങ്ങളിലായിരുന്നു, അസാൻമാർഗിക പ്രവർത്തനങ്ങളിലായിരുന്നു, സാമ്പത്തികമായ ക്രമക്കേടുകൾ നടത്തുന്നവരായിരുന്നു, കുടുംബപരമായ യാതൊരു കാര്യവും അറിയാത്തവരായിരുന്നു അവർ. ആ വിഷയങ്ങളിൽ, അത്തരം കാര്യങ്ങളിൽ ഫലപ്രദമായ ആശയം, വിനയമായിരുന്നു പ്രവാചകൻ മക്കിയ കാലഘട്ടങ്ങളിൽ നടത്തിയത്. അവരുടെ വിശ്വാസങ്ങളിൽ വന്നിരിക്കുന്ന തകരാറുകൾ
അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതാണ് മക്കിയ കാലഘട്ടങ്ങളിൽ പ്രവാചകൻ നടത്തിയിരിക്കുന്ന ജിഹാദ്. അനുഷ്ഠാന കർമ്മങ്ങളിൽ വന്നിരിക്കുന്ന പോരായ്മകൾ, അങ്ങനെ എന്തൊക്കെ പോരായ്മകളുണ്ടോ ആ പോരായ്മകളൊക്കെ കണ്ടറിഞ്ഞിട്ട് അവരിൽ വരുത്തിയിരിക്കുന്ന പരിവർത്തനം, അതാണ് പ്രവാചകൻ മക്കിയായ കാലഘട്ടങ്ങളിൽ നടത്തിയിരിക്കുന്ന ജിഹാദ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞു യത്ലു അലൈഹിം ആയാതിഹി. എന്താണ് പ്രവാചകൻ നടത്തിയ ജിഹാദ് എന്ന് പറയുന്നത്? മക്കിയായ കാലഘട്ടങ്ങളിൽ പ്രവാചകൻ നടത്തിയ പ്രബോധനം എന്താണ്? യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുത്തു. വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുത്തു. ഏതൊക്കെ മേഖലകളിലാണോ സംസ്കരണം ആവശ്യമായി വന്നത് ആ മേഖലകളിലൊക്കെ പ്രവാചകൻ സംസ്കരിച്ചെടുക്കുക എന്ന ജിഹാദാണ് പ്രവാചകൻ മക്കിയായ കാലഘട്ടങ്ങളിൽ പ്രവാചകൻ നടത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജിഹാദ്. ആ ജിഹാദിനെ കുറിച്ചിട്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ആ ജിഹാദ് നടത്താൻ ഉപയോഗിക്കേണ്ട ആയുധമേതാണ്? ദീനീ പ്രബോധന രംഗത്ത് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ജിഹാദിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ആയുധമേതാണ്? അത് ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ അല്ലാഹു പറഞ്ഞതാണത്. വജാഹിദു ബിഹി വജാഹിദുഹും ബിഹി. അവരോട് അതുകൊണ്ടാണ് നീ ജിഹാദ് നടത്തേണ്ടത്. മുഫസ്സിരീങ്ങളായ ആളുകൾ പറഞ്ഞു ബിഹി എന്ന് പറഞ്ഞാൽ ബിൽ ഖുർആൻ, ഖുർആനിനെ കൊണ്ട്, ഖുർആനിനെ കൊണ്ടുള്ള ജിഹാദ്, അതാണ് ജിഹാദൻ കബീറ, ഏറ്റവും വലിയ ജിഹാദ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വിശുദ്ധ ഖുർആൻ കൈമുതലാക്കിക്കൊണ്ടുള്ള ഒരു ജിഹാദ്, ആ ജിഹാദാണ് നമ്മൾ നടത്തേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു ലോകാവസാനം വരെ തുടരേണ്ട ഒരു ജിഹാദുണ്ട്. ആ ജിഹാദിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അല്ലാഹുവിങ്കിൽ നിന്ന് വന്നിരിക്കുന്ന പ്രവാചകന്മാർ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അവരെ സംസ്കരിച്ചിട്ടുണ്ട്, അവരെ നല്ലവരാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രബോധനത്തിലൂടെ, അവരുടെ ദീനീ ദഅവത്തിലൂടെ ഒരുപാട് അനുയായികളെയും ഒരുപാട് ശിഷ്യന്മാരെയും അവർക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ കാലാന്തരത്തിൽ ഈ ശിഷ്യന്മാരൊക്കെ കഴിഞ്ഞ് പിന്നീട് വരുന്ന പിൻതലമുറകൾ അവര് ഈ ആശയങ്ങളിൽ നിന്നും ഈ ആദർശങ്ങളിൽ നിന്നും ഒക്കെ വ്യതിചലിച്ചു. അവര് തോന്നിയ പോലെ ജീവിക്കാൻ തുടങ്ങി. അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച്, ഇച്ഛകൾക്കനുസരിച്ച്, മനസ്സിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല അവർ ചെയ്തത്, അവർ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ അവർ പറയാനും തുടങ്ങി. പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ളത് വലിയ പാപമായിട്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തിനാണ് നിങ്ങൾ പറയുന്നത്? കബറ മഖ്തൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പാപമായിട്ടുള്ളത്, ഏറ്റവും വലിയ തിന്മയായിട്ടുള്ളത് നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ളതാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം സംജാതമായാൽ പ്രവാചകൻ പറഞ്ഞു മൻ ജാഹദ ബിയദിഹി, ആ സമയത്ത് കൈകൊണ്ട് ആരാണോ ജിഹാദ് ചെയ്യുന്നവൻ അവൻ മുഅ്മിനാണ്. ആ സന്ദർഭത്തിൽ കൈകൊണ്ട് ജിഹാദ് ചെയ്യുന്നവൻ ആരോ അവൻ മുഅ്മിനാണ്. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ട ഒരു ജിഹാദിനെ കുറിച്ച് പ്രവാചകൻ സഹാബികൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണിത്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൈകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല, ആ തിന്മയെ എതിർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, ആ തിന്മയെ നന്മയായി പരിവർത്തിപ്പിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ മൻ ജാഹദ ബിലിസാനിഹി, ആരെങ്കിലും നാവ് കൊണ്ട് ജിഹാദ് നടത്തുന്നുവെങ്കിൽ,
ആരെങ്കിലും നാവ് കൊണ്ട് ജിഹാദ് നടത്തുന്നുവെങ്കിൽ, നാവ് കൊണ്ട് യുദ്ധം നടത്താൻ കഴിയില്ലല്ലോ. ഇപ്പൊ നാവ് കൊണ്ടുള്ള ജിഹാദ് എന്താണ്? ഇസ്ലാമിക പ്രബോധനമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഏറ്റവും നല്ല വാക്ക്, ഏറ്റവും നല്ല പ്രവർത്തനം, നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനം എന്ന് പറയുന്നത് മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുക. അതിനുവേണ്ടി അനുഭവിക്കേണ്ടി വരുന്ന ത്യാഗങ്ങൾ എന്തൊക്കെയാണോ, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണോ, ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്തുകൊണ്ട് നാം നടത്തുന്ന പ്രവർത്തനമുണ്ടല്ലോ, ആ പ്രവർത്തനത്തിലാണ് ഇസ്ലാമികപരമായി ജിഹാദ് എന്ന് പറയുന്നത്. ആ ജിഹാദിനെ കുറിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്, നാവ് കൊണ്ട് ആരാണോ ജിഹാദ് ചെയ്യുന്നത് അവൻ മുഅ്മിനാണ്. ഒരാൾക്ക് നാവ് കൊണ്ട് ജിഹാദ് ചെയ്യാൻ കഴിയുന്നില്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ജാഹദ ബിഖൽബിഹി, ആരെങ്കിലും ഹൃദയം കൊണ്ട് ജിഹാദ് നടത്തുന്നുവെങ്കിൽ അവനും മുഅ്മിനാണ്. അതിന്റെ പിറകെ പിന്നെ മറ്റൊരു ജിഹാദില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പറയപ്പെട്ടിരിക്കുന്ന ജിഹാദ് ഏതാണ്? ഈ ഒരു ജിഹാദാണ് ഇന്ത്യയിൽ വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ നടത്തേണ്ട ജിഹാദ്. സായുധ പോരാട്ടങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യമില്ല. മറിച്ച് നാം നടത്തേണ്ട ജിഹാദ് ഇസ്ലാം എന്താണെന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണ് ഇസ്ലാമിന്റെ സന്ദേശം? ഇസ്ലാമിന്റെ ആശയം എന്താണ്? ഇസ്ലാമിന്റെ ആദർശം എന്താണ്? ഇസ്ലാമിന്റെ തത്വങ്ങൾ എന്തൊക്കെയാണ്? ഇസ്ലാമിന്റെ കർമ്മപരിപാടികൾ എന്തൊക്കെയാണ്? ഇസ്ലാമിലെ കുടുംബ സംവിധാനങ്ങൾ ഏത് രൂപത്തിലാണ്? എന്താണ് സക്കാത്ത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇതറിയാത്ത ആളുകൾക്ക് പറഞ്ഞുകൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നിർവഹിക്കേണ്ട ജിഹാദ്. ആ ജിഹാദ് നാവ് കൊണ്ട് നടത്താൻ സാധിക്കുന്നവർ നാവ് കൊണ്ടാണ് ആ ജിഹാദ് നടത്തേണ്ടത്. കൈകൊണ്ട് നടത്താൻ സാധിക്കുന്ന ആളുകൾ, എന്താണ് കൈകൊണ്ട് നടത്താൻ പറ്റുന്ന ജിഹാദ്? ഒന്നുകിൽ ആ തിന്മയിൽ നിന്ന് ആളുകളെ തടയാം, അതല്ലെങ്കിലോ ഇത്തരം തിന്മകൾക്കെതിരെ ലഘുലേഖകൾ എഴുതുക, ലേഖനങ്ങൾ എഴുതുക. ആ ലഘുലേഖയിലൂടെയും ലേഖനങ്ങളിലൂടെയും ഇസ്ലാമിന്റെ സമത്വ സുന്ദരമായ ആശയങ്ങൾ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കുക, അതും ജിഹാദാണ്. ഈ ഒരു ജിഹാദും നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത്ര ബലഹീനരാണ് നമ്മളെങ്കിൽ, അത്തരം ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളതെങ്കിൽ അത്തരം കാര്യങ്ങളോട് വെറുപ്പ് കാണിക്കുക എന്നുള്ളത് പോലും, അതാണ് ജിഹാദിന്റെ ഏറ്റവും ചെറിയ വശമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ഈ ഒരു ജിഹാദ്, ഇതിനെ പോലെ തന്നെ മറ്റൊരു ജിഹാദിനെ കുറിച്ചും പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. പ്രവാചകനും സഹാബികളുമൊക്കെ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മുറിവുകളും ഒക്കെ അനുഭവിച്ചിട്ട് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഈ സമയത്ത് പ്രവാചകൻ സഹാബികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല അനുയായികളെ, നമ്മളൊരു ചെറിയ യുദ്ധം കഴിഞ്ഞിട്ടാണ് വരുന്നത്, ഒരു ചെറിയ ജിഹാദ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് വലിയൊരു ജിഹാദിന് വേണ്ടി പോകണം. സഹാബികൾ അത്ഭുതപ്പെട്ടു പോയി. പ്രവാചകരെ, ഇപ്പോൾ നടത്തിയിരിക്കുന്ന യുദ്ധം ചെറിയ ജിഹാദാണ് എന്നാണോ താങ്കൾ പറയുന്നത്? നമ്മളിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു, കുറെ ആളുകൾക്ക് മുറിവേറ്റിട്ടുണ്ട്. എല്ലാ പ്രയാസങ്ങളും ഉണ്ടായിട്ട് ഈ ജിഹാദ്, ഈ സമരത്തെ, ഈ യുദ്ധത്തെ ചെറിയ ജിഹാദ് എന്നാണോ പറയുന്നത് എന്ന് സ്വാഭാവികമായും സ്വഹാബികളായ ആളുകൾക്ക് സംശയമുണ്ടാവുകയും ആ സംശയം പ്രവാചകനുമായി പങ്കുവെക്കുകയും ചെയ്തു. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? പ്രവാചകൻ പറഞ്ഞത്, നിങ്ങളിപ്പോൾ നടത്തിയിരിക്കുന്നതിനേക്കാൾ വലിയ ഒരു ജിഹാദ് സ്വന്തം നഫ്സിനോടുള്ള ജിഹാദാണ്. അൽ ജിഹാദു ലിനഫ്സി, സ്വന്തം നഫ്സിനോടുള്ള ജിഹാദ്. എന്താണ് സ്വന്തം നഫ്സിനോടുള്ള ജിഹാദ് എന്ന് പറയുന്നത്? നമ്മുടെ സ്വന്തം ശരീരത്തോടുള്ള ജിഹാദ് എന്താണ്? നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങള്, മനസ്സിന്റെ അഭിലാഷങ്ങൾ ഒരുപാടുണ്ട്.
ആ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ഒരു വേള വിശുദ്ധ ഖുർആനിനും പ്രവാചകന്റെ സുന്നത്തിനും എതിരായ കാര്യമാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കതിനോട് വല്ലാത്ത അത്യാർത്തിയുണ്ട് എന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ അഭിലാഷങ്ങളെ നമ്മൾ എന്ത് ചെയ്യാം? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അത്തരം കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കുക. ഇത് സ്വന്തം നഫ്സിനോടുള്ള ജിഹാദാണ്. ആളുകളോട് പ്രസംഗിക്കുക, ആളുകളോട് എഴുതുക, ലേഖനങ്ങൾ എഴുതുക, ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണ്. യുദ്ധം ചെയ്യുക എന്നുള്ളതും ഒരു വേള എളുപ്പമുള്ള കാര്യമാണ്. ഈ പറയപ്പെട്ടിരിക്കുന്ന 3 കാര്യങ്ങളെക്കാൾ വലിയ ജിഹാദാണ് എന്ന് ഞാൻ പറയുന്നതല്ല, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ആ കാര്യം. അതിനേക്കാൾ വലുതാണ് സ്വന്തം നഫ്സിനോടുള്ള ജിഹാദ് എന്ന് പ്രവാചകൻ ഒരു ഹദീസിലൂടെ വീണ്ടും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ ഇതാണ് ജിഹാദ് എന്ന് പറയുന്നത്. അതല്ല നിരപരാധികളായ ആളുകളെ കൊല്ലുന്നതിന് അറബിയിൽ പറയുന്ന പദമല്ല ജിഹാദ് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ എത്ര ഗൗരവമായിട്ടാണ് നിരപരാധികളായ ആളുകളെ, ന്യായമില്ലാതെ ഒരാളെ കൊന്നുവെങ്കിൽ അതിനെ അള്ളാഹു പറഞ്ഞത് ഖത്തലന്നാസ ജമീഅ, നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നതിന് തുല്യമാണ് ഒരാളെ അന്യായമായി, പ്രതിക്രിയ എന്ന നിലക്കല്ല, ഖിസാസ് എന്ന നിലക്കല്ല, യാതൊരു ന്യായവുമില്ലാതെ അന്യായമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സഹോദരനെ കൊലപ്പെടുത്തുന്നുവെങ്കിൽ അത്തരം ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നതിന് സമാനമാണ് ആ കൊലപാതകം എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് നിരപരാധികളായ ആളുകളെ ഇസ്ലാമിന്റെ പേരിൽ നമുക്ക് കൊലപ്പെടുത്താൻ കഴിയുക? ഇവിടെ ഇസ്ലാമിനെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ അയൽപ്പക്കങ്ങളിലുണ്ട്, നമ്മുടെ മഹല്ലുകളിലുണ്ട്, നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിലൊക്കെ ഈ സമത്വ സുന്ദരമായ ഈ ആശയത്തെ കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുകയും ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കാൻ, ജിഹാദ് ചെയ്യാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നില്ല എങ്കിൽ, ഞാൻ വിശ്വാസിയാണ്, ഞാൻ നമസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പ് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കണിശമായി, വളരെ ശക്തമായിട്ട് നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബാധ്യതയാണിത്. ഇത് ഏതെങ്കിലും ചില്ലറ ആളുകൾ മാത്രം നിർവഹിക്കേണ്ട ഒരു ബാധ്യതയായിട്ട് ഇസ്ലാമിക ദാവത്തിനെ നമ്മൾ കാണാൻ പാടില്ല. ഇത് നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്. എങ്ങനെയാണോ നമുക്ക് സാധിക്കുക അതുപോലെ മൈക്ക് കെട്ടണമെന്നില്ല, മൈക്ക് കെട്ടിയ ആളുകളോട് പറയണമെന്നില്ല. വരുന്ന ആളുകളെ സ്നേഹത്തോടുകൂടി, സൗഹാർദ്ദത്തോടുകൂടി ഈ കാര്യങ്ങള് പറയാൻ സാധിക്കുമെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അതിനും സാധിക്കില്ല എങ്കിൽ ഏതെങ്കിലും ഒരു ലഘുലേഖ, ഏതെങ്കിലും ഒരു പുസ്തകം, ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ലഘുലേഖ അത്തരം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്തെങ്കിൽ നാളെ മഹ്ശറയിൽ വെച്ച്, പരലോകത്ത് വെച്ച് പടച്ചതമ്പുരാൻ നമ്മളോട് ചോദിക്കുമ്പം നീ നിന്റെ സന്ദേശങ്ങള്, നീ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങള്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ശ്രമങ്ങളിൽ നീ പങ്കാളിയായിരുന്നുവോ എന്ന് ചോദിച്ചാൽ, പടച്ചവനെ ഞാൻ പങ്കാളിയാണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, ജിഹാദുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ ഈ പറയപ്പെട്ടിരിക്കുന്ന ജിഹാദ് നമ്മുടെ നിർബന്ധ ബാധ്യതയായി മനസ്സിലാക്കി ഈ ജിഹാദിന്റെ ആശയം എന്താണ്, എങ്ങനെയാണ് ഈ കാലഘട്ടങ്ങളിൽ ജിഹാദ് നടത്തേണ്ടത് എന്ന് മനസ്സിലാക്കി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനാകുന്ന ആ ആയുധം മുന്നിൽ വെച്ചുകൊണ്ടുള്ള ജിഹാദിൽ ഏർപ്പെടുക. പടച്ചതമ്പുരാൻ ആ രൂപത്തിൽ ജിഹാദ് ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. തഖ്വല്ലാഹ ഇബാദല്ലാഹ്. പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ
അംഗീകരിച്ചും മാനിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൊണ്ട് ഉണർത്തുകയാണ്. പലപ്പോഴും പല ഖുതുബകളിലും സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയും സമയമില്ലാത്തതിൻ്റെ പേരിൽ പറയാൻ സാധിക്കാത്തതുമായ ഒരു കാര്യമാണ്. നമ്മുടെ ജുമാ ആരംഭിക്കുന്നത് 12:45. 12:45 നമ്മൾ ജുമാ തുടങ്ങുമ്പം 2-3 സഫുകളിൽ മാത്രമാണ് ആളുകൾ. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ആളുകളൊക്കെ പള്ളിയിൽ എത്തിച്ചേരും. ഇതിനൊരു മാറ്റം ഉണ്ടാകണം. ഈ പറയപ്പെട്ടിരിക്കുന്ന ഈ ഒരു ചെറിയ ജിഹാദ് പോലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എന്ത് മറുപടിയാണ് നമ്മൾ പറയുക? ഖത്തീബ് മിമ്പറിൽ ഖുതുബക്ക് കയറുന്നതോടുകൂടി മലക്ക് അദ്ദേഹത്തിന്റെ പണി അവസാനിപ്പിക്കും. അതുവരെ വന്ന ആളുകളെ മാത്രമേ ആ രേഖയിൽ മലക്ക് രേഖപ്പെടുത്തുകയുള്ളൂ. പിന്നെ വരുന്ന ആളുകളൊക്കെ ഒന്ന് വന്നു പോകുക എന്നതിൽ കവിഞ്ഞ് അവരാരും ഈ രേഖയിൽ ഉൾപ്പെടുകയില്ല. അതുകൊണ്ട് ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു 10-15 മിനിറ്റ് മുമ്പേ, 12:45 1-2 മിനിറ്റ് മുമ്പേ എങ്കിലും പള്ളിയിൽ എത്തിച്ചേരാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് വളരെ നല്ല നിലയിൽ നിങ്ങളെ ഉപദേശിക്കുകയാണ്. നമുക്ക് നാളെ വരാനിരിക്കുന്ന ആ സ്വർഗം ലഭിക്കണമെങ്കിൽ കുറച്ചൊക്കെ ത്യാഗത്തിന് നമ്മൾ സന്നദ്ധരാകണം. ആ ത്യാഗത്തെ കുറിച്ചിട്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അടുത്ത ആഴ്ചയെങ്കിലും പരമാവധി ആളുകൾ നേരത്തെ തന്നെ പള്ളിയിൽ എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുക. പടച്ചതമ്പുരാൻ ദീനിനോട് താല്പര്യമുള്ള യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.